വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തേഴ്സ്റ്റ് ആണ്. എന്താണ് തേഴ്സ്റ്റ് എന്ന് പറയുന്നത്? ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ തേഴ്സ്റ്റിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ എല്ലാവരും വളരെയധികം ദാഹിച്ച് വലയുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ആവിയായിട്ട് പോകില്ലേ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദാഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തേഴ്സ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവികളുടെയും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് ശരിക്കും പറഞ്ഞാൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? സൈക്കോളജിയിലും തേഴ്സ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഈ ബോഡിയിൽ ഏകദേശം 60% വാട്ടർ ആണെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മളെ ബോഡി എടുത്തിട്ടുണ്ടെങ്കിൽ 60% വാട്ടറാണ്, ബാക്കിയുള്ള 40% മാത്രമാണ് നമ്മളെന്ന് പറയുന്ന ഈ ഒരാൾ. അപ്പോൾ എന്താണ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സൈക്കോളജിയിൽ തേഴ്സ്റ്റ് എന്ന് പറയുമ്പോഴും എന്താണ്? തേഴ്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളൊരു നീഡ് തന്നെയാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളെ നീഡാണ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മുടെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സെൽസിലുള്ള വാട്ടറിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും. ആ സമയത്താണ് നമുക്ക് വാട്ടറിൻ്റെ നീഡ് തോന്നുക അല്ലേ? നമുക്ക് ദാഹിക്കുന്നത്. ഇങ്ങനെ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ഹോമിയോസ്റ്റാസിസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ തേഴ്സ്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് തേഴ്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസ്, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് തേഴ്സ്റ്റ് നോക്കാം കേട്ടോ. 2 ടൈപ്പ് തേഴ്സ്റ്റ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ടൈപ്പ് തേഴ്സ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. ഏതൊക്കെയാണ് വരുന്നത്? ഓസ്മോട്ടിക് തേഴ്സ്റ്റും ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റും. നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ടൈപ്സ് ഓഫ് തേഴ്സ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഓസ്മോട്ടിക് തേഴ്സ്റ്റും ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റും എന്താണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഓസ്മോട്ടിക് തേഴ്സ്റ്റ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഓസ്മോട്ടിക് തേഴ്സ്റ്റ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഉപ്പുമാങ്ങ ഇടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ മാങ്ങ ഇടുമ്പോൾ നമ്മൾ മാങ്ങ മുഴുവനായിട്ടാണ് ഇടുന്നത് ഇല്ലേ? അപ്പം മുഴുവനായിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചുറ്റും ഉപ്പിടുന്നു. ആ സമയത്ത് മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് മാങ്ങ വളരെ വീർത്തിട്ടാണ് ഇരിക്കുക അല്ലേ? ഇനി കുറച്ച് കഴിയുന്ന സമയത്തോ കുറച്ച് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്താണ് മാങ്ങ ചുളിഞ്ഞ് മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം മൊത്തം പുറത്തേക്ക് വരും. അപ്പോൾ ചുറ്റും ഉപ്പും ഉള്ളത് കൊണ്ട് എന്താണ് ചെയ്യുക? മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സാൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴും സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സാൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സെൽസിനകത്തിൽ, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എന്തിൻ്റെ കണ്ടൻ്റാണ് കൂടുന്നത്? സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുകയും ആ സമയം നമ്മുടെ സെൽസിനുള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും. ഈ സമയത്താണ് നമുക്ക് ദാഹിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? അതായത് നമ്മൾ സാൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സെൽസിനകത്തുള്ള വെള്ളം പുറത്തേക്ക് വരും. കാരണം നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിറയെ സോഡിയം ഉണ്ട്. ആ സമയത്ത് നമുക്ക് ദാഹിക്കാൻ തുടങ്ങും. ഇപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പോലെ നമ്മൾ പ്യുവർ വാട്ടർ കുടിച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു ഇംബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? എന്താണ് ഓസ്മോട്ടിക് തേഴ്സ്റ്റ് എന്നുള്ളത്? നമ്മൾ എന്താണ് ഓസ്മോട്ടിക് തേഴ്സ്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പ്യുവർ ആയിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് ആണ്. ഓക്കെ, ഓസ്മോട്ടിക് തേഴ്സ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ അടുത്തത് ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് ആണ്. എന്താണ് ഈ ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് എന്ന് പറയുന്നത്? ഒന്ന് നോക്കിയേ. It is a thirst resulting from loss of fluids due to the bleeding or sweating. നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ്സ് മിസ്സാവുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന തേഴ്സ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അത് ബ്ലീഡിങ് ആയിക്കോട്ടെ സ്വെറ്റിംഗ് ആയിക്കോട്ടെ ഇതൊക്കെ വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന തേഴ്സ്റ്റാണ് ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഈ സമയത്ത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ സോൾട്ടി ആയിട്ടുള്ള വാട്ടറൊക്കെ എടുക്കുന്നതാണ്. കാരണം ആ സമയത്ത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള വാട്ടർ മാത്രം പോരാ, കുറച്ച് മിനറൽസ് കൂടി നമ്മുടെ ബോഡിയിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം ഉള്ള
വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ഉപ്പിട്ട വെള്ളമൊക്കെ കുടിച്ചാൽ ഈ സമയത്ത് നമ്മൾ ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 തേഴ്സ്റ്റ് നമ്മൾ പറഞ്ഞൂലേ. തേഴ്സ്റ്റ് എന്താണ്? തേഴ്സ്റ്റ് നമ്മുടെ ബോഡിയുടെ ഒരു ബേസിക് നീഡാണ് ശരിക്കും പറഞ്ഞാൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബോഡിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡാണ് തേഴ്സ്റ്റും ഹങ്കറും ഒക്കെ. തേഴ്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് നമ്മൾ പറഞ്ഞൂലേ. ഏതൊക്കെയാണ്? ഓസ്മോട്ടിക് തേഴ്സ്റ്റും ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റും. ഇതെന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.